അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഐതിഹാസികമായ മക്ക വിജയം പൂർണ്ണമായി. അതോടുകൂടെ അറബി കുടുംബങ്ങൾ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ജനങ്ങൾ അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. എല്ലാവർക്കും തിരിച്ചറിവുണ്ടായി, എല്ലാവർക്കും ഒരു ബോധോദയമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആത്മാർത്ഥമായ ഒരു തിരിച്ചറിവായിരുന്നു. അല്ലാതെ ഒരായുധം അല്ലെങ്കിൽ ഒരു യുദ്ധം, ഭീതി, ഭീഷണി ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഏതായിരുന്നാലും എല്ലാവരും അതിന് സന്നദ്ധരായി. എങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജയത്തിന് വിധേയമാകുവാൻ കൂട്ടാക്കാത്ത, അഹങ്കരിക്കുന്ന ചില കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഹവാസിൻ, സഖീഫ്, നസർ, ജഷ്ം, സഅദ് ബിൻ ബക്കർ, ബനു ഹിലാൽ തുടങ്ങിയ കുടുംബങ്ങളൊക്കെ അഹങ്കാരത്തോടുകൂടെ അപ്പോഴും മാറി നിൽക്കുകയായിരുന്നു. ഇവരൊക്കെ ഏകദേശം തായിഫ് ഭാഗത്തുള്ള കുടുംബങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുടുംബങ്ങൾ സഖീഫും ഹവാസിനുമാണ്. മറ്റുള്ളതൊക്കെ ചെറിയ അവരുടെ ആശ്രിത കുടുംബങ്ങൾ എന്ന അർത്ഥത്തിലുള്ളവർ മാത്രമാണ്. അവരെല്ലാവരും കൂടി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ സമീപിക്കുകയാണ് ഈ സമയത്ത്. അദ്ദേഹത്തിൻ്റെ പേര് മാലിക് എന്നാണ്. മാലിക് ബനു നസറിൽപ്പെട്ട ആളാണെങ്കിലും വളരെ സമർത്ഥനായ ഒരു നേതാവായിരുന്നു മാലിക് ബിൻ ഔഫ്. മാലിക് ബിൻ ഔഫിനോട് അവർ പറഞ്ഞു, ഇതിന് നമുക്ക് വിധേയരാവാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുക തന്നെ വേണം. അങ്ങനെ എല്ലാവരും സംഘടിച്ചു. എല്ലാവരും മാലിക് ബിൻ ഔഫിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ, മഹാനായ നബിക്കെതിരെ ഒരു യുദ്ധത്തിന്റെ പുറപ്പാടിന് വേണ്ട ഒരുക്കങ്ങളിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും ഒരുങ്ങിയപ്പോൾ ഈ യുദ്ധത്തിന്റെ ടെമ്പോ നിലനിർത്താൻ വേണ്ടിയും അവരുടെ യോദ്ധാക്കളുടെ മനഃശക്തി സംരക്ഷിക്കാനും വളർത്തി വലുതാക്കാനും വേണ്ടിയും മാലിക് ബിൻ ഔഫ് ഒരു അഭിപ്രായം പറഞ്ഞു. നമുക്ക് നമ്മുടെ സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, കന്നുകാലികൾ, സമ്പത്ത് ഇതെല്ലാം എടുത്തുകൊണ്ട് യുദ്ധത്തിനിറങ്ങാം. അതെല്ലാം മുമ്പിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം പിന്നിലുണ്ടാകുമ്പോൾ ഓരോ യോദ്ധാവിൻ്റെയും മനസ്സ് ഉണരും. ഞാൻ യുദ്ധം ചെയ്യുന്നത് തൻ്റെ സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും മാത്രമല്ല സമ്പാദ്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന ഒരു ബോധ്യം യോദ്ധാവിനുണ്ടാവും. അത് അയാൾക്ക് ഉന്മേഷം പകരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാവട്ടെ നമ്മുടേത് എന്ന് മാലിക് ബിൻ ഔഫ് തീരുമാനിച്ചു. മാത്രമല്ല അത്തരത്തിൽ നല്ല മാനസികമായ കരുത്തോടുകൂടിയുള്ള ഒരു യുദ്ധം ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഐതിഹാസികമായ വളർച്ചയാണ് മുഹമ്മദിന്റെ ആദർശവും അറേബ്യയിൽ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ നേരിടാൻ ചെറിയൊരു സൈന്യമോ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള നീക്കങ്ങളോ ഒന്നും മതിയാവില്ല എന്ന് മാലിക് ബിൻ ഔഫിന് തീർച്ചയായും അറിയാം. ഏതായിരുന്നാലും അവിടെ നിന്ന് പുറപ്പെട്ടു. എല്ലാവരും ഈ പറഞ്ഞ രൂപത്തിൽ കന്നുകാലികളെയും ആടുമാടുകളെയും കന്നുകാലികളെയും അതുപോലെ തന്നെ തങ്ങളുടെ സമ്പത്തുക്കളെയും സമ്പാദ്യങ്ങളെയും എല്ലാം എടുത്തുകൊണ്ട് അവർ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടിട്ട് അവർ ഔത്താസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വന്ന് അവിടെ തമ്പടിച്ചു. ഔത്താസ്. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ദുറൈദ് ബിൻ സമ്മ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇവിടെയല്ല ശരിക്കും തമ്പടിക്കേണ്ടത്, എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്ക് മാറുകയാണ് നല്ലത്. അങ്ങനെ അവർക്കിടയിൽ കുറെ സംസാരങ്ങളൊക്കെ ഉണ്ടായി. മാലിക് ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു.
ഏതായിരുന്നാലും അവസാനം അവര് അതിന് തയ്യാറായി. ഏതായിരുന്നാലും അവര് പിന്നീട് തൊട്ടടുത്ത ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാറി അവിടെ തമ്പടിച്ചു. വിവരം മക്കായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. ഉടനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂതന്മാരെ പറഞ്ഞയച്ചു. പ്രത്യേകിച്ചും അബൂ ഹദ്റത്തുൽ അസ്ലമി എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തോട് പറഞ്ഞയച്ചത് എന്താണ് ശരിക്കും ഇവരുടെ പ്ലാൻ, ഇവരെത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി അവർക്കിടയിൽ ചെന്ന് നിന്നുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പോയി വിവരങ്ങളൊക്കെ ഉറപ്പുവരുത്തി, അന്വേഷണമൊക്കെ കഴിഞ്ഞു, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായിൽ നിന്ന് ഹുനൈനിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ പുറപ്പെടുകയാണ്. അത് ഹിജ്റ 8-ാം വർഷം ഷവ്വാൽ മാസം 6-ാം തീയതിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിലേക്ക് പുറപ്പെടുന്നത്. മഹാനായ നബിയോടൊപ്പം മക്ക വിജയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് വന്ന അൻസാരികളും മുഹാജിറുകളുമായ 10,000 ആൾക്കാർ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല പുതുവിശ്വാസികളായ 2,000 ആൾക്കാർ മക്കയിൽ നിന്ന് നബിയോടൊപ്പം കൂടുകയും ചെയ്തിരുന്നു. അവർ ഏതാണ്ട് ഹുനൈനിന്റെ അടുത്തെത്തി. ദൂരെ നിന്ന് ആരോ കണ്ടു പാരാവാരം പോലെ പലർന്നു കിടക്കുന്ന ആടുമാടുകൾ, ജനങ്ങൾ, അവരുടെ ഹൈമകൾ. കണ്ട ആള് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, ഒരുപാട് ആടുമാടുകളും ഒരുപാട് സംഭവങ്ങളും എല്ലാം അവരോടൊപ്പം ഉണ്ടല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തിൽക ഗനീമത്തുൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ ഗനീമത്താണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സേനയും മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ സേനയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ആരോ പറഞ്ഞു, ഇന്ന് ആള് കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് നബി കേട്ടു. നബിക്ക് അത് സത്യത്തിൽ വിഷമമാണ്, പ്രയാസമാണ് ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണെന്നറിയില്ല. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ ഐതിഹാസികമായ വിജയത്തിന്റെ മുമ്പിൽ ഒട്ടും അഹങ്കരിക്കരുത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ പറഞ്ഞ ആ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ല. മഹാനായ നബിയുടെ ആ അനിഷ്ടം പിന്നെ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കി. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.